സമകാലിക ജീവിത സാഹചര്യങ്ങളിലേക്ക് ഒന്ന് കടന്നു വരാം. ചരിത്രം ആദ്യം പറഞ്ഞു വെക്കണം. ചരിത്രപരമായ നേട്ടങ്ങളും നിയോഗങ്ങളും ദർശനങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. ഇനി ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് നമ്മൾ മറക്കരുത്. അതിനൊക്കെ ഒരു സാമുദായിക സംഘടന എന്ന നിലയിൽ നേതൃത്വം കൊടുക്കേണ്ടത് കത്തോലിക്ക കോൺഗ്രസ്സാണ്. അഭിമന്യ മുൻ മേജർ ആർച്ച് ബിഷപ്പ്, നമുക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ആലഞ്ചേരി മെത്രാപ്പോലീത്തായുടെ നേതൃത്വത്തിൽ കത്തോലിക്ക കോൺഗ്രസ് വീണ്ടും സടകുടഞ്ഞ് ഉയർത്തെഴുന്നേറ്റതിന്റെ ഒരു സമകാലിക ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പിതാവ് ഒത്തിരിയേറെ അതിനുവേണ്ടി പരിശ്രമിച്ചു. അഭിമന്യു ജോർജ് ആലഞ്ചേരി പിതാവ് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന ആ സംഘടനയുടെ മഹത്വം, അതിന്റെ തുടക്കം, അതിന്റെ ചരിത്രം, അതിന്റെ പോരാട്ടങ്ങൾ എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ശോഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമുദായത്തെ ചേർത്ത് പിടിച്ച് മുൻനിരയിലേക്ക് കൊണ്ടുവരാനും ഇന്നത്തെ കേരള സമൂഹത്തിന് സംഭാവനകൾ നൽകാനും കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടന ഉയർത്തെഴുന്നേൽക്കേണ്ടത് അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് പിതാവിന്റെ നേതൃത്വത്തിലാണ് വലിയൊരു മുന്നേറ്റം പിന്നീട് ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ആ മുന്നേറ്റത്തിന് കരുത്ത് പകർന്നത് എന്നതും ഒരു സത്യമാണ്. കത്തോലിക്ക കോൺഗ്രസിന്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചിന്താ മേഖലകൾ, ഒരുപക്ഷെ കർമ്മമണ്ഡലങ്ങളൊക്കെ ഞാൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ് പലതും ഒന്നുകൂടി ഒന്ന് അടിവരയിട്ട് പറയാനോ അല്ലെങ്കിൽ ഒന്നുകൂടി എടുത്തു പറയാനോ ഒക്കെ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇന്ന് കാണുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താണെന്നറിയാമോ? നമ്മുടെ സമുദായത്തില് രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നേതാക്കന്മാരില്ലാതെ പോകുന്നു എന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് ഞാൻ കാണുന്നത് മറ്റൊന്നുമല്ല, രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ അൽമായ നേതാക്കന്മാർ നമുക്കില്ലാതെ പോകുന്നു. വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. ഇതല്ലായിരുന്നു നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ. ഇതല്ലായിരുന്നു നമ്മുടെ കത്തോലിക്ക സുറിയാനി സമൂഹത്തിന്റെ അവസ്ഥ. എന്തുമാത്രം കരുത്തരായ നേതാക്കന്മാര്! ഒരു സമുദായത്തിന് വേണ്ടി മാത്രം നിലനിന്നവരല്ലവര്. സമുദായം സംഭാവന ചെയ്ത ശക്തരായ കരുത്തരായ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നേതാക്കന്മാര്. അതില് വളരെ പേര് പാലാരൂപതയിൽ നിന്നൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ അവിഭക്ത ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നൊക്കെ ആയിരുന്നു എന്നുള്ളതും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു നിര നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന് മാത്രമല്ല, പുതിയ തലമുറയിൽ തീരെ ഇല്ലാതെ പോകുന്നു. ആ ചിന്ത പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കാൻ, രാഷ്ട്രീയ മേഖലയിൽ മൂല്യാധിഷ്ഠിതമായിട്ട് ചുവടുകൾ വെച്ച് മുന്നേറി സമൂഹത്തെ ശക്തിപ്പെടുത്താൻ താല്പര്യമുള്ളവരും ആഗ്രഹിക്കുന്നവരും പോലും നമ്മുടെ പുതിയ ജനറേഷനിൽ തീരെ കുറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. കത്തോലിക്ക കോൺഗ്രസ് ഒരു രാഷ്ട്രീയ സംഘടനയല്ല. കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായ കത്തോലിക്ക സഭാ സമൂഹത്തിന്റെ, പ്രത്യേകിച്ചും സുറിയാനി കത്തോലിക്കരുടെ ഒരു സമുദായ സംഘടനയാണ്. പക്ഷെ ഈ സമുദായ സംഘടനയിലൂടെയൊക്കെ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി പ്രവർത്തിച്ചിട്ട് രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും കരുത്തുറ്റ നേതാക്കന്മാർ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, നമുക്ക് ചില പ്രയോറിറ്റികൾ ഉണ്ടായിരിക്കണം. ഈ പ്രയോറിറ്റികളെ ഇങ്ങനെ ഒന്ന് ചിട്ടപ്പെടുത്തണമെന്നാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു നിർദ്ദേശം. എൻ്റെ പ്രയോറിറ്റി ഒന്നാമതായിട്ട്, ഏതു രാഷ്ട്രീയ പാർട്ടിയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നെങ്കിലും, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ തന്നെ പല രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവർ പ്രവർത്തിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. ഏതു രാഷ്ട്രീയ പാർട്ടിയിലാണ് പ്രവർത്തിക്കുന്നെങ്കിലും കർത്താവും സഭയുമായിരിക്കണം ഒന്നാമത്തെ പ്രയോറിറ്റി. രണ്ടാമത്തെ പ്രയോറിറ്റി നമ്മുടെ സമുദായമായിരിക്കണം. അത് കഴിഞ്ഞിട്ടായിരിക്കണം ഏതു രാഷ്ട്രീയ പാർട്ടിയാണോ ആ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കേണ്ടത്. അവിടെ സജീവമായിട്ട് പ്രവർത്തിക്കണം. ഈ പ്രയോറിറ്റികൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ സമുദായം നിലനിൽക്കില്ല. പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഞാൻ ഒരിക്കലും പറയില്ല നമ്മുടെ സമുദായത്തിന് വേണ്ടിയിട്ട് മാത്രം, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലനിൽക്കണമെന്ന് ഞാൻ പറയില്ല. തീർച്ചയായിട്ടും പ്രയോറിറ്റികൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ സമുദായത്തിന്റെ ആ ഒരു അന്യവൽക്കരണം, അതിൻ്റെ ഒരു അപജയം,
അതിന്റെ വലിയ പ്രതിസന്ധികൾ ഇതെല്ലാം കണ്ടുമറിഞ്ഞും ആ വേദന ഉൾക്കൊണ്ടും മുൻപോട്ട് പോകുന്ന നല്ല നേതാക്കന്മാര് രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ ഉദയം ചെയ്യേണ്ടത് ഇന്ന് വളരെ അനിവാര്യമാണ്. അതില്ലെങ്കിൽ നമുക്ക് വല്ലാത്ത ബലഹീനതയായി മാറും. ഇപ്പോൾ തന്നെ നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നേതാക്കന്മാർ ഒരു കാലത്ത് തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ട് നമ്മുടെ കേരള സമൂഹത്തെയും ഭാരത സമൂഹത്തെയും നയിച്ചു. അപ്പോഴും അവരുടെയൊക്കെ മനസ്സിൽ, പ്രത്യേകിച്ചും പല നേതാക്കന്മാരുടെയും മനസ്സിൽ സഭയെന്നും സമുദായം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നേതാക്കന്മാർ തന്നെ വളരെ കുറവാണ്. ഉള്ളവരിലും ആ ചിന്തയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. വർഗീയതയല്ലിത്. സമുദായ ബോധവും വർഗീയത എന്നും അജഗജാന്തരമുണ്ട്. വർഗീയത എന്ന് പറയുന്നത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ അടിച്ചമർത്തുന്ന, അവരെ ഇല്ലെന്നാക്കുന്ന, അവരെ മാറ്റി നിർത്തുന്ന വിഭാഗീയതയാണ് വർഗീയത. നമുക്ക് ആവശ്യമല്ലത്, പാപകരമാണത്. അത് ക്രൈസ്തവ ദർശനത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ടാണ് വർഗീയതയ്ക്കെതിരായിട്ട് നമ്മൾ ശബ്ദിക്കുന്നത് എപ്പോഴും. വർഗീയത നമുക്ക് ആവശ്യമില്ല. സമുദായ ബോധം എന്ന് പറയുന്നത് ഒരു ആത്മാഭിമാനമാണ്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ വിശ്വാസത്തെ കുറിച്ചുള്ള എൻ്റെ ബോധ്യം, ഞാൻ പിന്തുടരുന്ന മിശിഹ എന്ന വ്യക്തിയെ കുറിച്ചുള്ള എൻ്റെ അഭിമാനം, എൻ്റെ നേതൃത്വത്തിന്റെ മുൻനിരയിൽ ഞാൻ കാണുന്നത് കർത്താവ് മിശിഹായാണ്. എനിക്ക് ലഭിച്ച വിശ്വാസത്തിന്റെ പൈതൃകങ്ങളെ കുറിച്ചുള്ള എൻ്റെ ബോധ്യം, ഇതെല്ലാം മുൻപിൽ കണ്ടുകൊണ്ട് ഞാൻ ഉൾക്കൊള്ളുന്ന സമുദായം എന്നുള്ള ആ ഒരു വലിയ ഒരു ആത്മബലവും ആത്മാഭിമാനവും, അതാണ് സമുദായ ബോധം. അതൊരിക്കലും ആരെയും മാറ്റി നിർത്തുന്നതല്ല. അതൊരിക്കലും ആർക്കും ദോഷം ചെയ്യുന്നതല്ല. അതെല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതാണ്. എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്നതാണ്. എല്ലാ ചിന്താധാരകളെയും വേണ്ട വിധം ഉൾക്കൊള്ളുന്നതാണ്. എല്ലാവർക്കും വേണ്ടി നിലപാടെടുക്കുന്നതാണ്. അതാണ് അതിന്റെ പ്രത്യേകത. കത്തോലിക്ക കോൺഗ്രസിന്റെ ചിന്തയും ശൈലിയും ദർശനവും അത് തന്നെയാണ്. കത്തോലിക്ക കോൺഗ്രസ് ആർക്കും എതിരല്ലല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ലല്ലോ. ഒരു പ്രസ്ഥാനത്തിനും ഒരു മതത്തിനും എതിരല്ലല്ലോ. അതൊരു സമുദായത്തിന്റെ സ്പന്ദനമാണ്. ഒരു സമുദായത്തിന്റെ സ്വരമാണ്. ഒരു സമുദായത്തിന്റെ ശക്തിയാണ്. ഒരു സമുദായത്തിന്റെ മുന്നേറ്റമാണ്. ആ തരത്തില് ഈ സമുദായ സംഘടനയിലൂടെ തന്നെ സാംസ്കാരിക നേതാക്കന്മാർ കൂടുതലായിട്ട് ഉയർന്നു വരണം. രാഷ്ട്രീയ നേതാക്കന്മാരും ഉയർന്നു വരണം എന്ന് ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയാണ്. അതിന് ആശംസകൾ നേരുകയാണ്. എന്തിനു വേണ്ടി? നമ്മുടെ നാടിന് വേണ്ടിയിട്ടും, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടും, നമ്മുടെ സമുദായത്തിന് വേണ്ടിയിട്ടും.